നമസ്കാരം. നീലൂർ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പാലാ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ നിർണായക തീരുമാനങ്ങൾ. മണ്ഡലത്തിലെ റോഡ്, പാലം, ജലജീവൻ മിഷൻ പ്രവൃത്തികൾ എന്നിവ വിലയിരുത്തുന്നതിനായി മാണി സി കാപ്പൻ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. പ്രധാനമായിട്ടും ഞങ്ങളുടെ നിയമസഭ ഡിവിഷനിൽ പാലാ നിയോജകമണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളായിരുന്നു. 8 പഞ്ചായത്ത് ഉത്തരാപുഴ കടനാട് തുടങ്ങി തലനാട് വരെയാണ്. തലനാട് വരെയുള്ള 8 പഞ്ചായത്തുകളാണ് അത്. നമ്മൾ പ്രധാനമായിട്ടും 2023 വർക്ക് തുടങ്ങിയത്. 2023 വർക്ക് തുടങ്ങി ഒരു 25 ജൂലൈ വരെയൊക്കെ അത്യാവശ്യം പ്രോഗ്രസ്സിൽ വർക്ക് പോയി. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇതിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള കോൺട്രാക്ടേഴ്സിന്റെ പേയ്മെന്റ് ഡിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു 8 മാസത്തോളം ജൂലൈ 25 മുതൽ ഒരു ഫെബ്രുവരി മാർച്ച് 26 വരെ വർക്കുകൾ നിന്നുപോയി. അപ്പൊ അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളും അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പൊതുജനങ്ങൾ MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ സഹിക്കേണ്ടി വന്നു. ഇപ്പം നമ്മളത് മാർച്ച് 28 ആയപ്പോഴത്തേക്ക്, ഏപ്രിൽ 26 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് പെൻഡിങ് നമ്മൾ കോൺട്രാക്ടേഴ്സിന്റെ എല്ലാം തീർത്ത് വർക്ക് റെസ്യൂം ചെയ്ത്. അപ്പൊ ആ റെസ്യൂം ചെയ്തതെന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഏപ്രിൽ മെയ് ആയപ്പോഴാണ് റെസ്യൂം ചെയ്തത്. അപ്പൊ ഈ കാലാവസ്ഥയുടെ ഒരു തടസ്സം കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലുള്ള നടക്കുന്നുണ്ട്. എന്നാലും ഇതിൽ തന്നെ നമ്മൾ കുറെയൊക്കെ കാലാവസ്ഥ ഈ 2 ദിവസം വെയിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഈ വർക്ക് ചെയ്യുമ്പോൾ റോഡ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ സ്കോപ്പിൽ വരുന്നത്. ഇപ്പം നിലവിലുള്ളത് ഇപ്പം മാഡം പറഞ്ഞ പോലെ പൈസ ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കുക ചെയ്യും. അപ്പോൾ റെസ്റ്റോറേഷൻ PWDക്ക് അടയ്ക്കുക ചെയ്യും. കരുണാപുരം PWD റെസ്റ്റ് ഹൗസിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെയും ജലജീവൻ മിഷന്റെയും സംയുക്ത അവലോകന യോഗം ചേർന്നത്. യോഗത്തിൽ മണ്ഡലത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ചെത്തിമറ്റം മുതൽ ഇടപ്പാട് വരെയുള്ള റോഡിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കാൻ യോഗത്തിൽ MLA കർശന നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ റോഡ് മണ്ണിട്ട് ഉയർത്തി ടാർ ചെയ്ത് ഈ ഭാഗത്തെ വെള്ളപ്പൊക്ക ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കും. കൂടാതെ മുടങ്ങിക്കിടക്കുന്ന പാലാ ബൈപ്പാസ് റോഡ്, റിവർവ്യൂ റോഡ്, കളരിയാമാക്കൽ അപ്രോച്ച് റോഡ് എന്നിവയുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും പരിഹാരമായി പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിലും പിഴക് പാലത്തിന് സമീപവും പുതിയ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കും. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ കുരിശങ്കൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്ടോബർ ആദ്യവാരത്തോടെ ആരംഭിക്കുകയാണ്. ഇതിനു മുന്നോടിയായി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന റോഡുകൾ MLA ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായി നവീകരിക്കും. നാട്ടുകാർക്ക് ഏറെ ദുരിതമുണ്ടാക്കിയ ജലജീവൻ മിഷൻ കുഴികൾക്കും ശാശ്വത പരിഹാരമാകുന്നു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി ജലജീവൻ മിഷന് വേണ്ടി കുഴിച്ച റോഡുകളെല്ലാം സെപ്റ്റംബർ 30-നകം പൂർവ്വസ്ഥിതിയിലാക്കി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇലവുങ്കൽപ്പാറ ചൊവ്വൂർ റോഡ് നിർമ്മാണത്തിന് അവശേഷിക്കുന്ന ഫണ്ടിന് പുറമെ 1.25 കോടി രൂപ കൂടി അനുവദിച്ചതായും MLA യോഗത്തെ അറിയിച്ചു. പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇൻചാർജ് ശ്രീമതി മായ രാഹുൽ, വാർഡ് കൗൺസിലർ ലീന സണ്ണി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പ്രകാശ്, HMC അംഗങ്ങൾ, ആശുപത്രി സൂപ്രണ്ട്, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജോയിന്റ് RTO, ട്രാഫിക് SI, മീനച്ചൽ തഹസീൽദാർ, ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയിസ് കറിയ, മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിൻസി ടോമി, മേലുകാവ് SI എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.